തമിഴ്നാട്ടിലെ സർക്കാർ രൂപീകരണത്തിൽ ടി.വി.കെക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ വീണ്ടും ഹർജി. സർക്കാർ രൂപീകരിക്കാൻ വിജയിയെ ക്ഷണിക്കാൻ ഗവർണർ വിസമ്മതിച്ചതിനെ ചോദ്യം ചെയ്താണ് ഹർജി. വിരമിച്ച IPS ഉദ്യോഗസ്ഥൻ രാമസുബ്രഹ്മണ്യാണ് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ആർ അച്യുതൻ ചേരുകയാണ്. അച്യുതൻ, ഗവർണറുടെ നടപടിക്കെതിരെ വലിയ വിമർശനമൊക്കെ ഉണ്ട്. അതിന് പിന്നാലെയാണല്ലേ വീണ്ടും സുപ്രീം കോടതിയിലേക്ക് ഹർജി വരുന്നത്? അസിത, തമിഴ്നാട്ടിലെ സർക്കാർ രൂപീകരണം അത് അനിശ്ചിതത്വത്തിൽ തുടരുന്നു. പ്രധാനമായിട്ടും ലോക് ഭവൻ ഗവർണർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് അത് ടി.വി.കെക്ക് കടുത്ത പ്രതിസന്ധി തന്നെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. അപ്പോഴാണ് ടി.വി.കെക്ക് വേണ്ടി ഇത് രണ്ടാമതൊരു ഹർജി വീണ്ടും സുപ്രീം കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത്. വിരമിച്ച IPS ഉദ്യോഗസ്ഥനായിട്ടുള്ള രാമസുബ്രഹ്മണ്യാണ് ഈ ഹർജി സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്നത്. സർക്കാർ രൂപീകരിക്കാൻ വിജയെ ക്ഷണിക്കാൻ തമിഴ്നാട് ഗവർണർ വിസമ്മതിച്ചതിനെതിരായിട്ടാണ് ഈ ഹർജി നൽകിയിരിക്കുന്നത്. ഹർജിയിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, വിശ്വാസ വോട്ടെടുപ്പിലൂടെ ടി.വി.കെക്ക് ഭൂരിപക്ഷം തെളിയിക്കാനുള്ള അവസരം അത് ഗവർണർ നിഷേധിക്കുന്നു. അത്തരത്തിൽ നിഷേധിക്കാനേ കഴിയില്ല എന്നാണ് ഈ ഹർജിക്കാരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ തന്നെ ഈ ടി.വി.കെ അംഗം എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അഡ്വക്കേറ്റ് P. ഏഡിലരസി ഒരു ഹർജിയും നൽകിയിരുന്നു. അങ്ങനെ രണ്ട് ഹർജികളാണ് ടി.വി.കെക്ക് സർക്കാർ രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ള വഴികൾ അത് കോടതി ഇടപെട്ട് തുറന്നു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയിരിക്കുന്നത്. എന്തായാലും ഒരു നിയമ പോരാട്ടം കൂടി ഈ വിഷയത്തിൽ ആരംഭിച്ചിരിക്കുകയാണ്. അസിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.